നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇതുവരെ ആ സത്യം നിന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയും നീ അത് മനസ്സിലാക്കാതിരുന്ന ഇന്ന് കാണിച്ചതുപോലുള്ള അബദ്ധങ്ങള് ഇനിയും നീ കാണിക്കും. മനസ്സിലായില്ല. അല്ല, ഈ വീട് ഇതെന്റെ പേരിലല്ല. പിന്നെ ഇത് പ്രേമിച്ചിയുടെ പേരില. മരിച്ചുപോയ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഈ വീട് ചേച്ചിക്ക് കൊടുക്കണമെന്നുള്ളത്. അച്ഛനതങ്ങ് ചെയ്തു. ഈ വിവരം ചേച്ചിക്കറിയില്ലേ? ഇല്ല, അറിയാമായിരുന്നെങ്കിൽ ചേച്ചി തന്നെ അത് പറയുമായിരുന്നല്ലോ. മണ്ടത്തര അച്ഛൻ കാണിച്ചത്. ആരെങ്കിലും ഇതുപോലൊരു വീട് മോൾക്ക് മാത്രം എഴുതി കൊടുക്കോ? നിങ്ങൾക്ക് എന്തായാലും വേറെ വീട് കാണുമായിരിക്കും അല്ലേ? വേറെ വീടോ? ഞങ്ങൾക്കങ്ങനെ വേറെ വീടൊന്നുമില്ല. ഈ ഒരു വീടേ ഉള്ളൂ. അപ്പോ സിദ്ധുണ്ണൻ എവിടെ താമസിക്കും? ഞാനിവിടെ താമസിക്കും. ഇത് ചേച്ചിയുടെ വീടാണല്ലോ. ഞാൻ ആ ചേച്ചിയുടെ അനിയനാണല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. അച്ഛന്റെ സ്വത്തില് ഒരു ഭാഗം സിദ്ധുണ്ണന് കിട്ടണ്ടേ? അതെവിടെയാണെന്നാ ചോദിച്ചേ. എനിക്കങ്ങനെ സ്വത്തായിട്ടൊന്നുമില്ല. ബാങ്ക് ബാലൻസ് കാണുമായിരിക്കും ക്യാഷ് ആയിട്ട്, അല്ലേ? അതും ഇല്ല. പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കാം, അത്രേ പറ്റൂ. അപ്പോ സത്യം പറഞ്ഞാലേ ഒറ്റ രൂപ പോലും എന്റെ കയ്യിലില്ല. ആകെ ഉണ്ടായിരുന്ന പൈസ ആശുപത്രിയിൽ നിന്നും പറഞ്ഞ് ചെലവാക്കി. കാശില്ലെന്ന് മാത്രമല്ല, സാമാന്യം നല്ല കടവുണ്ട്. അതൊന്നും പക്ഷേ നിന്റെ കടങ്ങൾ പോലുള്ള കടങ്ങളല്ല. ആരും കുത്തിപ്പിടിച്ചൊന്നും വാങ്ങാൻ വരത്തില്ല. ഈ കടമെന്ന് പറയുമ്പോ എത്ര രൂപ വരും? ഒരു 2 കോടി രൂപ. 2 കോടിയോ? അതെ. ഞാനേ ഒരു ബിസിനസ് ചെയ്തായിരുന്നു, പാർട്ട്ണർഷിപ്പില്. അത് പൊളിഞ്ഞു. അങ്ങനെ വന്ന കടവാ. അപ്പൊ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ. വേണമെങ്കിൽ അങ്ങനെയും പറയാം. തൽക്കാലം ഈ വിവരം വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് പ്രേമിച്ചോട്. ഈ വീട് സ്വന്തം പേരിലാണെന്ന് അറിഞ്ഞാൽ പ്രേമിച്ച് നമ്മളെ 2 പേരെ ഇവിടുന്ന് പുറത്താക്കും. പിന്നെ തെരുവിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത്. എത്ര നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണോ വരുന്നേ? ക്യാഷ് സംഘടിപ്പിക്കണ്ടേ? ആധാരം എഴുതി ഇത്രയും തുക ചെലവെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കടം മേടിച്ച കാശ. ഓരോ സർവേ നമ്പറിൽ പെട്ട സ്ഥലത്തിനും സർക്കാർ ഓരോ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായവില നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയാ സ്ഥലത്തിന് വരുന്നത്. പിന്നെ വീടില്ലേ, അതിനും ഒരു തുക വയ്ക്കണം. ആ ടോട്ടൽ വിലയുടെ 8% മുദ്രപത്രം വാങ്ങണം. 2% നികുതി അടയ്ക്കണം. അങ്ങനെ നോക്കുമ്പോ ആകെ 10%. 10 ലക്ഷത്തിലാണ് എഴുതുന്നതെങ്കിൽ 1 ലക്ഷം രൂപ ആധാര ചെലവ് വരും. മനസ്സിലായോ? ഇപ്പോഴല്ല മനസ്സിലാവുന്നത്. എന്നാ ക്യാഷ് തന്നോ. ഇപ്പോ പഴയതുപോലെയൊന്നും അല്ല. നമുക്ക് ആവശ്യമുള്ള മുദ്രപേപ്പറിനുള്ള തുക ട്രഷറിയിൽ അടച്ച് രസീതുമായിട്ട് ചെല്ലുമ്പോൾ ഓൺലൈനിലുള്ള മുദ്രപത്രം കിട്ടും. എന്നിട്ട് അതിലെ മാറ്റർ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ ടോക്കൺ എടുക്കണം. ആ സമയത്തെ നമ്മുടെ രജിസ്ട്രേഷൻ നടക്കും. അല്ല, ഇത്രയും ചടങ്ങുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, ROR എടുത്തില്ലേ? ROR?
എന്ത് സാധനം? ഈ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ യോഗ്യമാണെന്ന് കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു രേഖയാ അത്. അത് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലും, ഈ ഓഫീസ് വഴി. അത് കിട്ടിയാലേ രജിസ്ട്രേഷൻ നടക്കൂ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നാ ഞാൻ എടുത്തോളാം. രജിസ്ട്രാറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചോളാം. വലിയ ഉപകാരം. പിന്നൊരു കാര്യം, തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട, പ്രത്യേകിച്ച് ആ ദേവിക. അത് ഞാൻ പറയൂ. പറഞ്ഞാലേ അവള് രജിസ്ട്രേഷൻ തന്നെ തടയാൻ നോക്കും. ആരും അറിയാതെ ഞാൻ ഇത് സ്വന്തമാക്കാൻ പോണ. ഇതെന്റെ പേരിലായി കഴിഞ്ഞാൽ ആ നിമിഷം ദേവിക അവിടുന്ന് തെറിക്കും. ഇല്ല, ഞാൻ തെറിപ്പിക്കും. കേറിക്കിടക്കാൻ ഒരിടമില്ലാതെ അവള് തെരുവിന് നിൽക്കുന്നത് എനിക്ക് കാണണം. അതെന്റെ ഒരു വാശി. അത് ഞാൻ സാധിച്ചു തരും വക്കീലേ. രജിസ്ട്രേഷൻ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം വക്കീലിനെ കാണാം. ഹലോ, നിത്യക്കുട്ടി വീട്ടിലില്ലേ? ഞാൻ പിന്നെ എവിടെ പോവാന്? എന്നാ ഒന്ന് വേഗം ഒരുങ്ങിക്കേ, നമുക്കൊരു സ്ഥലം വരെ പോണം. കല്യാണം കഴിയാതെ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഇത് കേട്ടാ തോന്നുമല്ലോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ നീ വരാറുണ്ടായിരുന്നു. ഇത് വേറൊന്നിനും അല്ല, ഡ്രസ് എടുക്കാനാ. കല്യാണ ഡ്രസ് എടുക്കാൻ. നേരത്തെ അച്ഛനെടുത്ത് വെച്ച ഡ്രസ്സ് ഇരിപ്പുണ്ടല്ലോ, അത് മതി. ഇനിയിപ്പോ പുതിയതൊന്നും എടുക്കണ്ട. ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ദേ, ഈ ഭരണമൊക്കെ പിന്നെ ആർഭാടമായിട്ടൊന്നും അല്ലല്ലോ കല്യാണം നടത്തുന്നേ. രജിസ്റ്റർ ഓഫീസിൽ വെച്ചല്ലേ. അതിനുള്ള ഡ്രസ്സൊക്കെ എന്റെ കയ്യിലുണ്ട്, അത് മതി. എനിക്ക് പോരെങ്കിലോ? എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? വാശി കാണിക്കുന്ന നീയാ. സാധാരണ പെൺകുട്ടികള് ഡ്രസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞ ചാടി ഇറങ്ങും. ഇത് നേരെ തിരിച്ചും. അതുകൊണ്ടല്ല, എന്റെ മാനസികാവസ്ഥ എന്താ ശരത്തേട്ട മനസ്സിലാക്കാത്തെ? അച്ഛനിങ്ങനെ കിടക്കുവാണെന്ന് അറിയില്ലേ? അച്ഛനിങ്ങനെ കിടക്കുമ്പോ കല്യാണമാണെന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല. നീ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാ. ദയവ് ചെയ്ത് എന്നൊന്നും മനസ്സിലാക്കി ശരത്തേട്ടാ. ഇക്കാര്യത്തിൽ വാശി പിടിക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. കഷ്ടമാണ്. ജീവിതത്തിൽ ആകെ കൂടി നടക്കുന്ന ഒരു കല്യാണമാണ്. അത് പരമാവധി ഗംഭീരമാക്കണമെന്ന് എനിക്കുണ്ട്. അച്ഛനിങ്ങനെ കിടക്കുന്നത് കൊണ്ടാ ഒരാഘോഷം വേണ്ടെന്ന് ഞാൻ സമ്മതിച്ചത്. പക്ഷെ അത് വെച്ച് മുതലെടുക്കരുത്. എന്റെ മാനസികാവസ്ഥ നിത്യക്കുട്ടി തിരിച്ചറിയണം, എന്നിട്ട് എന്നോട് സഹകരിക്കണം. ശരി, ഞാൻ വരാം. എന്നാ റെഡിയായി നിൽക്കേ, ഞാൻ ഉടനെ വരാം. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? നിങ്ങൾക്ക് പറയായിരുന്നില്ലേ മുത്തശ്ശി, ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്?